ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, LGSൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും LGS ഒക്കെ നേടാൻ സാധിക്കും. അത്യാവശ്യം ഒഴിവുണ്ടെന്നൊക്കെ കേൾക്കുന്നു. ഇനി LGS മാത്രമല്ല, നമ്മുടെ LDCയും VFAയും ഒക്കെ വരുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരുണ്ടായിരിക്കും അല്ലേ. ഇനി ഈ പറയുന്ന എക്സാമുകൾക്കൊക്കെ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ ഏവരുടെയും ലക്ഷ്യമാണ് അല്ലേ. എന്നാൽ മാത്രമേ കാരണം നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ അതും ടോപ്പ് റാങ്കിലൊക്കെ എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, പക്ഷേ മിക്കവർക്കും എന്താണ് ഈ ഒരു 50, 65 ഈ ഒരു റേഞ്ചിലോട്ട് ഒതുങ്ങി പോകാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം ഒരു ഗ്രേറ്റർ ദാൻ 75 ഒക്കെ മേടിക്കുന്ന തരത്തിലോട്ട് നമ്മൾ എത്തണം. 70ക്ക് ഒരു 72 എബവ് ഒക്കെ നമ്മൾ എത്തണം. എന്നാലേ നമുക്ക് ടോപ്പ് റാങ്കിലോട്ടൊക്കെ എത്താൻ സാധിക്കുള്ളൂ, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രേറ്റർ ദാൻ 72 മാർക്സ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും കൂട്ടണം അല്ലേ. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് കൂട്ടണം. അതിന് നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് ശതമാനം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ 100-ൽ നമുക്കൊരു എന്താ പറയുക, ഒരു 60-65 അറിയാമെന്ന് വയ്ക്കും. ഒരു 60-65 അറിയാം. ഇനി ബാക്കി നമ്മളെന്താണ്, നമുക്ക് അറ്റംപ്റ്റുകൾ കൂട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ ബാക്കി ഗസ് അടിക്കാൻ നോക്കിയ കേട്ടോ, ഒരു 22 അല്ലെങ്കിൽ ഒരു സംതിങ് ഒരു 32 ഒക്കെ നമ്മൾ ഗസ് അടിച്ചാൽ ഇത് എത്രയായി ചോദ്യങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 97 ചോദ്യങ്ങളായി അല്ലേ. 97 അറ്റംപ്റ്റ്സ് നടത്തി, പക്ഷെ വലിയൊരു റിസ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 32 ഗസ് വർക്കുകളാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ പറയുന്ന മാർക്സിൽ നിന്നൊക്കെ എന്താണ് 97 കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ലല്ലോ. നെഗറ്റീവ്സ് ഒക്കെ കഴിച്ച് നമുക്ക് കൂടി വന്നാൽ ഈ പറയുന്ന 65-നേക്കും താഴേക്ക് പോകും അല്ലേ. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു വഴി അല്ലെ. അറിയാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുക, ഒരു 70-ന് മുകളിലൊക്കെ ആക്കുക, അല്ലെങ്കിൽ ഒരു 78 ഇങ്ങനത്തെ ഒരു ലെവലിലോട്ടൊക്കെ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ചോദ്യങ്ങൾ കണ്ട് പരിശീലിക്കണം അല്ലെ. ധാരാളം പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. നമ്മൾ എത്രത്തോളം വാസ്റ്റ് ആയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്രത്തോളം മെറ്റീരിയൽസ് സിലബസ് വൈസ് ആയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് പരിശീലിക്കണം. അതിന് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് PYQs എന്ന് പറയുന്നത് അല്ലെ. ഇതുവരെ നടന്ന PSC നടത്തിയ എക്സാംസുകളിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശീലിച്ചാൽ അത്യാവശ്യം നല്ലൊരു എന്താണ് നമുക്കൊരു നല്ല രീതിയിലൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റും അല്ലെ. പക്ഷേ ഈ PYQs മാത്രം കൊണ്ട് കാര്യമുണ്ടോ? അല്ല, നമ്മൾ കുറച്ച് മോക്ക് ടെസ്റ്റുകളും ധാരാളം ചെയ്യണം. ഞാൻ പരീക്ഷയുടെ സമയത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് നിന്നും ചോദ്യം വരാം. സോ നമ്മളിപ്പോ ഒരു ഏരിയ പഠിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുക്കണം, ആ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, ആ ചോദ്യങ്ങളെ നമ്മൾ കണ്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഓരോ ഏരിയാസും സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോർഷൻസും നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ PYQ റിലേറ്റഡ് ആയിട്ട് ഞാനിപ്പോ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫോണിൽ നോക്കി ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനതൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും മറ്റൊക്കെ ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ, എന്താണ് ആ ബുക്കിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ PYQs മാത്രം കൊണ്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് മോക്ക് ടെസ്റ്റുകളും വേണ്ടേ നല്ലോണം. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് രണ്ടിടത്ത് ചെയ്യാം. നമ്മൾ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ള, അതായത് ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഓരോ ഡേ 1 to 5 വരെ പറഞ്ഞിട്ടുള്ളത് അത്രയും പോർഷൻസിനെ വെച്ചിട്ട് വീക്കിലി നമുക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ പഠിച്ചതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറക്കാതെ ഇതാക്കി എടുക്കാൻ പറ്റും അല്ലെ. അപ്പോൾ ഇതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട് തീർച്ചയായിട്ടും. വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും എത്ര ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടാർഗറ്റ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടുക, അതിൽ നമ്മൾക്ക് കൺഫേംഡ് ആയിട്ട് ഉത്തരം ഇതാണ് എന്ന് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടുക, ഗസ് വർക്കുകളുടെ എണ്ണം കുറയ്ക്കുക. അതുവഴിയേ നമുക്കൊരു നല്ലൊരു സ്കോറിങ്ങിലോട്ടൊക്കെ എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുന്നതിന്റെ റിലവൻസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ ഇപ്പോൾ 2 ഷെൽഫുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഷെൽഫിൽ ബുക്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര മെസ്സി ആയിട്ട് അവിടെ ഇവിടെയും വീണ് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, മറ്റൊരു ഇതിൽ കൃത്യം അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബുക്സ് ഏതാണ് എന്നുള്ളതൊക്കെ. ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു ദിവസം പുസ്തകം ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ളത് ആണെങ്കിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, വളരെയധികം ടൈം കൺസ്യൂമിങ് ആണത്, മെസ്സി ആയിട്ട് കിടക്കണത് അല്ലേ. മെസ്സിയാണ്, സ്ട്രക്ചേർഡ് അല്ല, ഓർഡറും ഇല്ല അതിന് അല്ലേ. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്താണ്, ആകെ ഒരു സ്ട്രെസ് ഫീലിംഗാണ് വരുന്നത് അല്ലേ. അതേസമയം നമ്മൾ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഷെൽഫിൽ നിന്നാണ് ബുക്ക് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ്, അത് കാണുമ്പോൾ തന്നെ വളരെ പ്ലീസിങ് ആയിട്ട് തോന്നും. അപ്പൊ സ്ട്രെസ് ഇല്ല അധികം. ദെൻ മെസ്സി അല്ല ഒട്ടും അല്ലേ. ദെൻ ഓർഡേർഡ് ആണ് അല്ലേ, ഓർഡേർഡ് ആണ്, നല്ലോണം സ്ട്രക്ചേർഡ് ആണ് കാര്യങ്ങൾ.
ടൈം അധികം എടുക്കില്ല നമ്മൾ ആ പുസ്തകം എടുക്കാൻ, അല്ലെ? ടൈം ഒട്ടുമേ എടുക്കില്ല. വളരെ ആക്യുറേറ്റ് ആയിരിക്കും കാര്യങ്ങൾ. കാരണം നമുക്കറിയാം ഏത് സ്ഥലത്ത് എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്, അല്ലേ? വളരെ ക്രിസ്പായിട്ട് കിടക്കുകയാണ്, ക്ലിയർ ആണ് വിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ആണെങ്കിൽ അങ്ങ് ഇങ്ങൊക്കെ ആയിട്ട് കിടക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റഡീസും. ഓക്കെ, നമ്മുടെ സ്റ്റഡീസ് സിസ്റ്റമാറ്റിക് ആണ് എങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇതിലേക്ക് ആൻസർ കൊടുക്കാൻ പറ്റണം, അല്ലേ? അതിന് അധികം ടൈം എടുക്കാൻ പാടില്ല, അല്ലേ? ടൈം എടുക്കാൻ പാടില്ല, അത് അക്യുറേറ്റ് ആയിരിക്കണം, അല്ലേ? അതുപോലെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നരുത്. അയ്യോ ഞാനിത് കണ്ടിട്ടുണ്ട്, അയ്യോ ഇത് എവിടെയാണ് എന്നുള്ളൊരു ഐഡിയ ഇല്ലാതിരിക്കരുത്. അപ്പോൾ ബ്രെയിനിന് ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിനിലോട്ട് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് എങ്ങനെയായിരിക്കണം? ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം, അല്ലേ? കൃത്യമായൊരു ഓർഡറിൽ അധികം മെസ്സി ആവാതെ അങ്ങും ഹറിബറി ആയിട്ട് ഇങ്ങനെ ബ്രെയിൻ തന്നെ തോന്നരുത് ഇത് എവിടെ കൊണ്ടാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു ഫീലിംഗ് വരാത്ത രീതിയിൽ നമുക്ക് സ്വയം തോന്നരുത് ഒരു ചോദ്യം കാണുമ്പോൾ ഷോ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, നമുക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്തുണ്ട്. അപ്പം ബ്രെയിനിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ഓർഡറിൽ ബ്രെയിനിലോട്ട് കയറ്റണം, അല്ലേ? അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിലേക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യതയോടുകൂടി പഠിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു 6 months ആണെങ്കിലും എത്ര മന്ത്സ്, ഇപ്പോൾ ഒരു എക്സാമിന് മുമ്പ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് ഇവിടെ നിന്നും പഠിക്കാതെ സിലബസ് വൈസ് ഒരു കൃത്യം ഓർഡറിൽ കൃത്യം ഇങ്ങനെ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ, അത് കറക്റ്റായിട്ട് വീക്ക്ലി റിവൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് എക്സാമും ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ ടെൻസ്ഡ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, പഠിക്കില്ല. ഏതൊരു എക്സാമും കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാൻ പറ്റും, ആൻസർ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ എന്താ ആവശ്യമുണ്ട്? ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ വിത്ത് ടെസ്റ്റ് സീരീസ് ആവശ്യമുണ്ട്. അതിൽ SCERT ബേസ്ഡും ഒക്കെ നമ്മൾ കൃത്യതയോടുകൂടി നോക്കി പോകണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ വരും. അയ്യോ SCERT എപ്പോൾ നോക്കണം? SCERTയുടെ നോക്കണം. ഒരു ഫാക്ട് പഠിക്കുമ്പോൾ SCERT ആദ്യം നോക്കണം, അല്ല അതിനോട് റിലേറ്റ് ചെയ്ത വേറെ വല്ല മെറ്റീരിയൽസ് നോക്കണോ? ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് വരാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിൽ SCERT സെപ്പറേറ്റ് പറയുന്നുണ്ട് ഏതൊക്കെ ദിവസങ്ങളിൽ നോക്കണം എന്നുള്ളത്. അങ്ങനെ SCERT ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് പോകാം. അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ഒരേ സമയം ആ ടോപ്പിക്കിൻ്റെ മെറ്റീരിയൽസ് എന്നുള്ള രീതിയിൽ SCERT നോക്കാം, റാങ്ക് ഫയൽ നോക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾ SCERT നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SCERT നോക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് തന്നെ പല ക്ലാസ്സുകളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ SCERT നോക്കുകയാണെങ്കിൽ പല ക്ലാസ്സുകളിലായിട്ട് ടോപ്പിക്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലാ പാഠഭാഗങ്ങളും കൂടി നോക്കി വരുമ്പോൾ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അതിന് ഈ പല ക്ലാസ്സുകളിലെ പല പാഠങ്ങളും നോക്കി വരുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ പകുതി സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം SCERT ടെക്സ്റ്റിലെ ഓരോ കാര്യങ്ങൾ സെൻറ്റൻസുകൾ നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ അടിയാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത്. നമ്മളൊരു സെപ്പറേറ്റ് ടോപ്പിക് എടുത്തിട്ട് ഇങ്ങനെ നോക്കി ഓരോ പാഠം 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ ഇപ്പോൾ കാരണം നിങ്ങളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ പല ക്ലാസ്സുകളിലായിട്ടാണ് അവർ കുറച്ച് ഫാക്ട്സ് ആയിട്ട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് പോകുന്നത്. സോ അതൊരു ക്ലംസി ആയിട്ടുള്ളൊരു സ്റ്റഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അതിന് ഏറ്റവും നല്ലൊരു ബെറ്റർ രീതി എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിക്ക് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, SCERT പാഠപുസ്തകങ്ങൾ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. സോ ഇത് ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പറയുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ബെറ്റർ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇഫ് യു വോണ്ട് ടു ഫോളോ ദാറ്റ്, നിങ്ങൾക്കത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാം, അതിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. അതിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ആണെങ്കിലും ഏതൊക്കെ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ സിലബസ് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്സ് എങ്ങനെ കവർ ചെയ്യണം, ഓരോ പോർഷൻസ് എത്രയൊക്കെ കട്ട് ചെയ്ത് ഏതൊക്കെ SCERT പാഠഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് 5 തൊട്ട് 10 വരെയുള്ളത് വേണ്ടത് ഏതൊക്കെയാണ് ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് സ്വയം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഇപ്പോഴേ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ സെൽഫായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഏതൊക്കെ SCERT പാഠഭാഗങ്ങൾ വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം, ഒരു അസിസ്റ്റൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ ആൻഡ് ടെസ്റ്റ് സീരീസിലോട്ട് ജോയിൻ ചെയ്യാം. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് October 27th അപ്പോൾ അതായത് മൺഡേ തൊട്ടാണ്. അപ്പോൾ ഇതിനു മുൻപ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം. അന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് മുൻപ് ജോയിൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെൻഡിങ് വരും. ഓക്കെ, ഇനി SCERT ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാം. ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ഡയറക്റ്റ് മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ തീയതിക്ക് മുൻപ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫായിട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം എടുക്കാം. ഓക്കെ,
എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് തോന്നിയത് മിക്കവരും പഠിക്കുന്നവർ തീർച്ചയായിട്ടും പരിശീലിക്കണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഡെയിലി ടെസ്റ്റുകളാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും കൃത്യമായിട്ട് എന്ത് പഠിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് തന്നെ 5ഓ 6ഓ ചോദ്യങ്ങൾ കാണുമ്പോൾ ആ ഒരു ഏരിയയിൽ ഇത്രയും ചോദ്യങ്ങൾ പോസിബിൾ ആണല്ലേ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കണമല്ലേ എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇത് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പറയുന്ന ഡെയിലി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വിത്ത് എ സ്റ്റഡി പ്ലാൻ ഇനി വരുന്ന എക്സാമിന് അധികം താമസിയാതെ തന്നെ നമുക്ക് ഇപ്പോൾ എന്താണ് ഒരു സ്ലോ പേസിലാണെങ്കിൽ നമ്മളിപ്പോഴേ ഈ പറയുന്ന LDC ആണെങ്കിലും VFA ആണെങ്കിലും LGSനാണെങ്കിലും ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഡെയിലി ടെസ്റ്റോട് കൂടി വിത്ത് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ്ങിലോട്ട് എത്താൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്താണ് കേവലം പഠിച്ചു പോയതുകൊണ്ട് മാത്രം സിലബസിലുള്ള എല്ലാ പോർഷൻസും കണ്ടു പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കതിനെ എന്ത് ചെയ്യണം, ഡെയിലി ചെക്ക് ചെയ്യണം. ഒപ്പം നമ്മൾ ഇതിലൂടെ വീക്ക്ലിയും എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾക്കെല്ലാം ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. മാത്രമല്ല നമുക്ക് ഇപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ SCERTയിൽ ധാരാളം കണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ലേറ്റസ്റ്റ് കുറേയധികം എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ SCERT ബേസ്ഡ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പറയുന്നതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിനും ഏറ്റവും നല്ലത് എന്താണ്, ഒരു ഡെയിലി ടെസ്റ്റ് സീരീസ് തന്നെയാണ്. ഇനി ഈ SCERT ക്ലാസ്സും കൂടെ വിത്ത് അഡീഷണൽ ഫാക്ട്സ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറാം. നിങ്ങളുടെ ലക്ഷ്യം നല്ലൊരു സ്കോറിങ്ങിലോട്ട് എത്തുക, ടോപ്പ് റാങ്കിലോട്ട് എത്തുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഒരു ബാക്കിങ് വേണ്ടി വരും. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, ഞാൻ എങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് സീരീസിൻ്റെ ആ ബുക്കൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് സീരീസിന് ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാൻ വേറെ ബുക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ഡെയിലി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഞാൻ സെപ്പറേറ്റ് എഴുതി തയ്യാറാക്കിയിട്ടാണ് ക്വിസിനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് ഇടുന്നത്. വിത്ത് എ സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചോദ്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മട്ടിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, എഴുതി തയ്യാറാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്.